നമ്മുടെ മഞ്ചേരിയിലെ തുറക്കൽ ബാപ്പുട്ടി ബൈപ്പാസിലിങ്ങനെ പോകുമ്പോൾ ഈ ഖയാലത്ത് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കുറേ കാലമായി, പണ്ടൊരു മൽബാറീസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത് പിന്നെ പൂട്ടീൻ്റെ ശേഷം ഈ ഖയാലത്തായിട്ടേ ഇത് ഫസ്റ്റ് ആയിട്ട് എടുത്ത് തുടങ്ങിയിരുന്നു. അതൊന്നും ഒരു തിരക്കുണ്ടായിരുന്നില്ല. പണ്ടൊരിക്കൽ പോയപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ഇവിടെ നല്ല തിരക്ക് കാണാം. പിന്നെ അറബിക് കിച്ചൺ, ഫർസാസ് അറബിക് കിച്ചൺ എന്നൊക്കെ പറഞ്ഞ പുതിയ ബോർഡൊക്കെ കണ്ടപ്പോൾ ഇന്നൊന്ന് കഴിക്കാമെന്ന് വെച്ച് ഡിന്നർ കഴിക്കാൻ പോയിട്ടോ. ഇവിടെ കണ്ട ഒരു ബോർഡുണ്ട്, ഹാപ്പി അവേഴ്സ് 4 to 7 PM. ഈ പുറത്തൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന പോലെ 115 രൂപയ്ക്ക് ഫലാഫൽ റോളും കുറേ ചിക്കൻ റോളും അങ്ങനെ കുറേ കീമ റോള്, കബാബ് റോൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വെറൈറ്റി റോളുകൾ. പിന്നെ ഇവരിങ്ങനെ ഒരു തന്തൂരി പോലത്തെ ഒരു സാധനത്തിൻ്റെ കണ്ട ഒരു ചൂള പോലത്തെ സാധനത്തിൻ്റെ ഉള്ളിൽ കുറേ റോട്ടിയും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തന്തൂർ റൊട്ടിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഗുബൂസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ. നമ്മൾ ഈ ലുലു മാളിലൊക്കെ കാണുന്ന പോലെ അതെപ്പോഴും റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണാറുണ്ട്. ഇങ്ങനെ പുറത്ത് തന്നെ ഇങ്ങനെ ഒരു കൗണ്ടറുണ്ട്, കബാബുകളും വലിയ മട്ടൻ്റെ ലെഗും ചിക്കൻ്റെ ലെഗും ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ച് മന്തിയുണ്ട്. കുറേ വെറൈറ്റി റൈസുകളുണ്ട് കേട്ടോ. അറബിക് റൈസുകൾ, പാകിസ്ഥാനി, അഫ്ഗാനി റൈസ്, ലെബനീസ് റൈസ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇവിടെ ഒരു അറബിക് പ്ലാറ്റർ ഫെസ്റ്റ് നടക്കുകയാണ് കേട്ടോ. ഇതാണ് അവരുടെ ഡെലിവറി നമ്പർ. എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഹോം ഡെലിവറിയും ഉണ്ട്. ഈ പ്ലാറ്റർ ഫെസ്റ്റ് നടക്കുന്നതിൽ പ്ലാറ്റേഴ്സിൻ്റെ റേറ്റും പല പ്ലാറ്റേഴ്സിൻ്റെ വെറൈറ്റീസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ അറബിക് മിക്സഡ് ഗ്രിൽഡ് പ്ലാറ്റർ, കബാബ് പ്ലാറ്റർ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. 3000 4000 ഒക്കെ ഉണ്ട് ഒരുപാട് വലിയ പ്ലാറ്റേഴ്സിൻ്റെയൊക്കെ റേറ്റ്. അപ്പോൾ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ഡിന്നർ, ഫെബ്രുവരി 14 ഡിന്നർ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഈ ഖയാലത്തിൽ കഴിക്കാമെന്ന് വിചാരിച്ച് പോയിട്ടോ. കുറേ വെറൈറ്റി സൂപ്പുകളും ഉണ്ട്. അറബിക് ലെൻറ്റിൽ സൂപ്പ് ഒക്കെ 140 160 അങ്ങനെയൊക്കെയാണ് സൂപ്പിൻ്റെയൊക്കെ റേറ്റ്. ഒരു നോർമൽ റേറ്റ് തന്നെയുള്ളൂ. അത്യാവശ്യം നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ. നല്ല സീറ്റിങ്സ് ആണ്. ഇങ്ങനെ കേർഡായിട്ട് കുറേ കമ്പികളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ നല്ല പ്രൈവസിയോടുകൂടി, ഓരോ ഫാമിലിക്കും പ്രൈവസിയോടുകൂടി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. അതുകൊണ്ടോ ഫർസാസ് അറബിക് കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ ആ ബോർഡും. ഇതൊക്കെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, സൂപ്സ്, സാലഡ്സ്, കുറേ ആപ്പിറ്റൈസേഴ്സും, പിന്നെ നമ്മൾ സാധാരണ കാണാത്ത കുറേ ടർക്കിഷ് സാധനങ്ങളും അതുപോലെ തന്നെ കുറേ ലെബനീസ് ഡിഷസും ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ വെറൈറ്റിയാണ്. നമുക്ക് എപ്പോഴൊന്നും നല്ല കബാബ്സ് ഒന്നും തന്നെ നമ്മുടെ നാട്ടിൽ മഞ്ചേരി മലപ്പുറത്തൊന്നും കിട്ടില്ല. കണ്ടോ, ടർക്കിഷ് പീഡെ, പിന്നെ ഈ ഫത്തയർ, അങ്ങനെ കുറേ ടർക്കിഷ് ഡിഷസും ഫിഷ്, ക്രാബ്, അങ്ങനത്തെയൊക്കെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഒരു സ്റ്റാർട്ടറായിട്ട് ടർക്കിഷ് പിടി, ചിക്കൻ ടർക്കിഷ് പിടി എന്ന് പറഞ്ഞ ഡിഷാണ് ഓർഡർ ചെയ്തത്. ഏകദേശം നമ്മളെ പിസയൊക്കെ പോലെ ഉണ്ട്. നല്ല ചീസൊക്കെ ഫില്ലിംഗ് ആയിട്ട്, നല്ല ചിക്കനും ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് സൈഡ് മാത്രം കുറച്ച് ക്രിസ്പി ആയിട്ട് ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല അടിപൊളി ഒരു സാധനം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. ഈ പിസയൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. പിസയേക്കാൾ കുറച്ചും കൂടി സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. വെജിറ്റബിൾസ് ഒന്നും കാര്യമായിട്ടില്ല, പക്ഷേ ഇതുപോലത്തെ നിറച്ച് ചിക്കനും ചീസും ഒക്കെ ഉള്ള ഫില്ലിംഗ് ആയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് മയോണൈസൊക്കെ തന്നിട്ടുണ്ടോ. അപ്പോൾ മയോണൈസ് ഡിപ്പിലൊക്കെ മുക്കി ഇതിൻ്റെ ഒരു പീസ് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല ചീസിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതാണ് ടർക്കിഷ് പിടി, ചിക്കൻ ടർക്കിഷ് പിടി. അതുപോലെ തന്നെയുള്ളൊരു ഡിഷാണ് ഈ ഫത്തയർ എന്ന് പറഞ്ഞ ഡിഷുണ്ട്. അതിൽ ചിക്കനല്ല, മെയിൻലി വെജും വെജീസും ആണുള്ളത്. അങ്ങനെ സ്റ്റാർട്ടറൊക്കെ എല്ലാവരും നന്നായി എൻജോയ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മെയിൻ കോഴ്സ് സാധനങ്ങൾ വന്നിട്ടോ. ഇതാണ് അവരുടെ ഗ്രിൽഡ് ചിക്കൻ. ഇത് സാധാരണ ഗ്രിൽ ചിക്കൻ അല്ല, നമ്മുടെ പെരി ഗ്രിൽ ചിക്കൻ, നല്ല സ്പൈസി ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട്, പിന്നെ റെഡ് മസാല ചിക്കൻ ടിക്ക എന്ന് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ ഒരു 6 ബോൺലെസ് ചിക്കൻ പീസസ് വരും. പിന്നെ അവരുടെ നോർമൽ ആയിട്ടുള്ള അൽഫാം. അങ്ങനെ നമ്മൾ അൽഫാമും ഈ ടിക്കയും പിന്നെ നമ്മുടെ പെരി ഗ്രിൽഡ് ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ടോ. പെരി അത്യാവശ്യം നല്ല സ്പൈസിയാണ്. സ്പൈസ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഓർഡർ ചെയ്താൽ മതി. നല്ല സ്പൈസി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ. ഒരു ചെറിയ ഈ എള്ളും ഈ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയ ബ്രെഡ് പോലത്തെ ഒരു സാധനം കൂടി ഈ ടിക്കയുടെ കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ തന്നിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ ഒരു പീസും ഈ ടിക്കയുടെ ഒരു പീസും ഒക്കെ മയോണൈസ് ഡിപ്പിലൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ടിക്ക ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ജ്യൂസി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. ഈ നോർമൽ അൽഫാം കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പാകത്തിന് സ്പൈസൊക്കെ ആയിട്ട് അത്യാവശ്യം നന്നായി ഉള്ളൊക്കെ നന്നായി വെന്തിട്ട് നല്ല പ്രോപ്പർലി കുക്ക്ഡായിട്ടുള്ള നല്ലൊരു അൽഫാം അങ്ങനെ തന്നെ നമുക്ക് തോന്നുള്ളൂ. പിന്നെ മറ്റേ പെരി ആണെങ്കിൽ ഭയങ്കര സ്പൈസിയാണ്. സാധനം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു ആംബിയൻസ് ഉള്ള സീറ്റിങ്ങും ഒക്കെയാണ്. ഇതാണ് അവരുടെ പെരി ഗ്രിൽഡ് ചിക്കൻ. നിറയെ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ആ സോസും പെരി സോസും അതേ നല്ല സ്പൈസിയാണ്. പിന്നെ നമ്മളെ മെയിൻ കോഴ്സിൻ്റെ സാധനങ്ങളായ ചിക്കൻ ടിക്ക മസാല വന്നു. പിന്നെ കടായി പനീർ, ഇത് രണ്ടുമാണ് നമ്മൾ ഗ്രേവി ഐറ്റംസ് ഓർഡർ ചെയ്ത് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ റോട്ടിയും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ബട്ടർ നാനും. ഈ റോട്ടി അവരിങ്ങനെ തന്തൂരിയൊക്കെ പോലത്തെ അടുപ്പത്തുണ്ടാക്കണ നല്ല പൊള്ളച്ച് വന്ന നല്ല
ആട്ടയുടെ വീറ്റിൻ്റെ റോട്ടിയാണ് കേട്ടോ. അങ്ങനെ കടായി പനീറും ഒരു റോട്ടിയുടെ പീസൊക്കെ കൂട്ടി ടേസ്റ്റ് ചെയ്തു, നല്ല രസമുണ്ട്. അപ്പോഴേക്കും നമ്മൾ ബട്ടർ നാൻ വന്നു. ബട്ടർ നാനും നല്ല സോഫ്റ്റാണ് കേട്ടോ. നമുക്ക് മഞ്ചേരി മലപ്പുറത്തൊക്കെ ഈ നാനിപ്പോൾ അത് അത്ര നല്ലത് കിട്ടാറില്ല, എപ്പോഴും ഭയങ്കര വലിഞ്ഞു പോകണ ഒരു റബ്ബറിയൊക്കെ ആയിട്ടുള്ള നാനാണ് കിട്ടുക. ഇത് നല്ല നാനായിരുന്നു, നല്ല ടേസ്റ്റുള്ള നാൻ കേട്ടോ. ഇത് പിന്നെ ചിക്കൻ ടിക്ക മസാല ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഭയങ്കര ചൂടാണ് കേട്ടോ, പിച്ചാനൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരു കഷ്ണമൊക്കെ നമ്മൾ കഴിച്ചു നോക്കി, കുഴപ്പമില്ല. ടിക്ക മസാല ഭയങ്കര സൂപ്പർ എന്നൊന്നും പറയാൻ വയ്യ, പക്ഷേ നമ്മൾ ബാക്കിയുള്ള കമ്പയർ ചെയ്ത് ബാക്കി ഹോട്ടലുകളെക്കാളും ബെറ്റർ എന്നുള്ളൂ. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ടിപ്പിക്കലായിട്ടുള്ള ടിക്ക മസാല പ്രതീക്ഷിച്ചാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. ഇവരുടെ ഈ അറബിക് ഡിഷസാണ് ശരിക്കും മെയിൻലി നല്ലത്, കൂടുതൽ നല്ലത്. ഈ നോർത്ത് ഇന്ത്യൻ സാധനങ്ങളൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല, ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ടിക്കയും അതുപോലെ നമ്മൾ ഈ ഫസ്റ്റ് ഓർഡർ ചെയ്ത ചിക്കൻ പിടി അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇത് കണ്ടോ, ഇത് ടിക്ക മസാലയൊക്കെ അങ്ങനെ ഏതായാലും നമ്മൾ ഫുൾ എൻജോയ് ചെയ്ത് കഴിച്ചു. ടേസ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്നത്തെയും പോലെ നമ്മൾ ലാസ്റ്റ് വാട്ടർമെലൺ ജ്യൂസും ലൈം ജ്യൂസും മാംഗോ ഷേക്കും ഒക്കെ ആയിട്ട് അങ്ങനെ ഗ്രാൻഡായിട്ട് തന്നെ ഈ വാലൻറ്റൈൻസ് ഡേ ആഘോഷിച്ചു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ സ്ഥലമാണ് കേട്ടോ. ഇഷ്ടം പോലെ വണ്ടികൾ ഒരുമിച്ച് പാർക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, അങ്ങനെ പുറത്ത് തന്നെ ഒരു കൗണ്ടറുണ്ട്, ഇവരുടെ ഡെലിവറിയുടെ വണ്ടികൾ നിൽക്കുന്നുണ്ട് ഇഷ്ടംപോലെ, ഒരുപാട് വണ്ടികൾ ഒരുമിച്ച് പാർക്ക് ചെയ്യാൻ പറ്റും. നല്ല ബൈപ്പാസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് പോകാനും വളരെ എളുപ്പമാണ്. അപ്പം ഒന്ന് ട്രൈ ചെയ്യാം.